ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാനത് രാവിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വീക്കിൻ്റെ ഹോട്ട് ടോപ്പിക്സ് പഠിക്കേണ്ടതിൻ്റെ ലിസ്റ്റ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. മാത്രമല്ല, നമുക്ക് ഇനി അധികം ആഴ്ചകളില്ല എക്സാമിന് വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് എക്സാം എടുക്കും തോറും നമുക്ക് ടെൻഷനൊക്കെ കൂടും. അപ്പം നിങ്ങളുടെ പഠനം അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നടക്കാനും അതുപോലെ തന്നെ ഇനിയുള്ള പഠനം എങ്ങനെയൊക്കെ സ്മാർട്ടായിട്ടും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം പഠിച്ചു തീർക്കുക എന്ന് പറയില്ലേ, ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ PYQ സീരീസ് ഓൾറെഡി ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് PYQ സീരീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നേരത്തെ ഡിസ്കഷൻ തുടങ്ങിയതാണ്, പിന്നെ 10th ഈ ഇടയ്ക്കാണ് തുടങ്ങിയത്. അപ്പോൾ ഈ കഴിഞ്ഞ 2 വീക്സിലായിട്ട് നമ്മൾ ഓരോ ചോദ്യപേപ്പർ എടുത്ത് ഓരോ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് ഇനി ആ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ SCRT വെച്ചിട്ടുള്ളതിൻ്റെ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ ഞാൻ എക്സ്ട്രാ ബുക്സ് നോക്കിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണ് ഇനി ആ ഒരു മേഖലയിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുറേയധികം നല്ല റെസ്പോൺസും എനിക്ക് ആ ഒരു PYQസിൻ്റെ ഡിസ്കഷൻ പറഞ്ഞപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ സാറ്റർഡേ LD ക്ലർക്കിൻ്റെ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്ര പേര് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, LDCയുടെ അതേ ഒരു സിലബസ് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത് ഈ ഒരു എക്സാമിനും. അപ്പോൾ നിങ്ങൾ ആ ഒരു ചോദ്യപേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ PYQസിൽ എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ കണ്ടത്, അതാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം പേപ്പറിൽ കാണാൻ സാധിക്കുക. അതായത് ഞാൻ ഓരോ ചോദ്യത്തിൽ നിന്ന് ഇനി എന്താണ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളത് അടുത്തൊരു എക്സാമിനെന്ന് പറഞ്ഞതാണ് അതിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു പേപ്പർ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം ഞാൻ അതിൽ പറഞ്ഞു പോയ അതേ കാര്യങ്ങൾ തന്നെ എക്സാക്റ്റായിട്ട് അതിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മേഖലയിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ തന്നെ ചോദിക്കാം. അപ്പോൾ ഇതുവരെ PYQs കാണാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി നിങ്ങളുടേതായ രീതിയിലുള്ളൊരു PY സോൾവിങ് ആണ് ചെയ്യുന്നത് എങ്കിൽ അത് ബെറ്റർ ആക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. ഓരോ ചോദ്യം പഠിക്കുന്നതിനോടൊപ്പം അതിനോട് അസോസിയേറ്റ് ചെയ്ത ആ ഒരു ഏരിയയിൽ നിന്ന് ഇനി എന്തൊക്കെ വരും എന്നുള്ളൊരു ഇതിലും കൂടെ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുക. ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു ഇത് അടുക്കും തോറും നമുക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് ആ ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 10th ഡിസ്കസ് ചെയ്തതും ആ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിനി 4 വീക്സ് ഉള്ളൂ ASM എക്സാമിന്, അല്ലേ? എക്സാം ടൈം അടുക്കും തോറും നമുക്ക് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് എത്ര നമ്മൾ പഠിച്ചാലും നമുക്കതൊന്നും പോരാന്ന് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ ദിവസവും പഠിക്കുന്നത് എഫക്റ്റീവ് ആണോ, അങ്ങനെയുള്ള കുറേയധികം ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരാം. ഈ ഒരു എക്സാമിന് കൈവിട്ട് കളയാൻ പറ്റില്ല. ഓക്കെ, നമ്മളിൽ നമുക്കത് നേടിയേ പറ്റുള്ളൂ. ഇതുവരെയുള്ള ഇതുപോലെയല്ല, അല്ലെങ്കിൽ ഇതുവരെ എഴുതിയത് കിട്ടാതിരുന്നതിൻ്റെ സങ്കടമൊക്കെ നമുക്കുണ്ട്, അല്ലേ? അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ വയസ്സായിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളുടെ പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു മികച്ച റാങ്കിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിക്കവരും പറയണ കേൾക്കാറുണ്ടല്ലേ, 12-15 മണിക്കൂറൊക്കെ പഠിക്കുന്നു. അപ്പോൾ മിക്കവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെ ഒരു ദിവസത്തിലൊക്കെ പഠിക്കാൻ പറ്റുമോ? കൂടി വന്നാൽ ഇത്ര സമയം പഠിക്കുന്നുള്ളൂ, അത്ര പോരാ. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ടൈം നോക്കുന്ന ഒരാളല്ല കേട്ടോ, എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. മാക്സിമം പഠിക്കാൻ ശ്രമിക്കാറാണ് പതിവ്. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ടൈം വെച്ച് നോക്കുന്നവർക്ക് ഓക്കെ, അത് അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഇനി നിങ്ങൾ ഒരു ദിവസം അങ്ങനെ നോക്കാൻ പറ്റാത്തവരുണ്ട്, അല്ലെങ്കിൽ പോരാന്ന് തോന്നുന്നവരുണ്ട് എങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഒരു 12 hours നിങ്ങൾക്ക് ഡെയിലി പഠിക്കണം എന്നുള്ളത് ആണ് എങ്കിൽ നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ 12 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഏർലി മോർണിംഗ്, അതായത് നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് നമ്മളൊരു 2 hours അവിടെ എടുത്തു. അതുപോലെ തന്നെ പിന്നെ ഒരു 2 hours നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എടുത്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 2 hours, പിന്നെ ഈവനിങ് ഒരു 2 hours, പിന്നെ നമ്മൾ ഒരു 7 മണി 8 മണി ആ ഒരു ഇതുണ്ടല്ലോ, 6 to 8 ആ ഒരു റേഞ്ചിൽ ഒരു 2 hours, പിന്നെ ഒരു രാത്രി 2 hours. ഓക്കെ, ഇപ്പോൾ ഈ ഒരു 6 സെറ്റിലായിട്ട് നിങ്ങൾ ഓൾറെഡി 12 hours കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ 12 മണിക്കൂർ പഠിച്ചു കഴിയും. ഓക്കെ, അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കണം എന്നൊന്നും
എവിടെയും പറയില്ല. അതായത് ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ്, അതൊക്കെ ഹെക്റ്റിക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ, വളരെയധികം എനിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ കണ്ടിന്യൂസ് നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി എന്താണ് ഭയങ്കര ഫുള്ളി സാച്ചുറേറ്റഡ് ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യേണ്ട സമയം റിലാക്സിങ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കൊടുക്കണം, അല്ലാതെ കാര്യമില്ല. അപ്പോൾ ഈ ഒരു എന്താണ് ഇങ്ങനെ കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അത്രയും മണിക്കൂർ പഠിച്ചു കഴിയും. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അതിൽ കൂടുതൽ പറ്റുന്നവരുണ്ട് എങ്കിൽ, ഇഫ് അവരുടെ ഹെൽത്ത് അതിന് ഓക്കെ ആണ് എങ്കിൽ അവർക്കത് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ദിവസം, അതായത് കൂടുതൽ മണിക്കൂർ പഠിച്ചാലേ കൂടുതൽ അങ്ങനെ കിട്ടുള്ളൂ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചാലും അത് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിച്ച് അത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുവരുത്താൻ പറ്റണം. അത് എത്ര മണിക്കൂറാണെങ്കിലും ശരി. ഓക്കെ, അല്ലാണ്ട് ഇത്ര മണിക്കൂർ പഠിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അങ്ങനെയുള്ളവർക്ക് റാങ്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കട്ട് ഓഫ് ഒക്കെ മറികടക്കാൻ പറ്റും. നിങ്ങൾ എത്ര ടൈമാണ് ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അത് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്കത് ഇഫക്റ്റീവ് ആണെന്ന് തോന്നണം. ഓക്കെ, അല്ലാതെ നമ്മൾ കേവലം വെറുതെ വായിച്ചു തീർക്കാനുള്ളൊരു വ്യഗ്രത, അതായത് സിലബസ് തീർക്കണം അല്ലെങ്കിൽ പോർഷൻ തീർക്കണം എന്നുള്ളൊരു വ്യഗ്രതയിലാണ് ചെയ്യണമെങ്കിൽ അതൊന്നും നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് വായിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ടൈം എത്രയേ എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ ആ എടുക്കുന്ന ടൈം, യൂസ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആകണം. അത് ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം, നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഈ 4 ആഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ടൈം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. നോ മാറ്റർ, നോ ഇഷ്യൂസ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ 4 ആഴ്ച എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നമ്മൾക്ക് ബെറ്റർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം നമ്മൾ ഇനി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ചോദ്യോത്തരങ്ങൾ കാണുമ്പോഴാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കയറിയിട്ടുണ്ട്, എന്തൊക്കെ കയറിയിട്ടില്ല. പിന്നെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലുണ്ട്, എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് എക്സാക്റ്റ് അറിയുന്നില്ല എന്ന്, അല്ലെങ്കിൽ പതിഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ തന്നെ പഠിച്ചു മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ കുറേയധികം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ PYQs ഓരോന്നും ഫോൾഡർ ആക്കി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2025, 24 ഇങ്ങനെ പറഞ്ഞ് ഫോൾഡർ ആക്കി വയ്ക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലേറ്റസ്റ്റ് നടന്നത് അല്ലാത്തതൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് നമ്മൾ സ്വയം ഒരു എഫേർട്ട് എടുക്കണം. ഓരോ ചോദ്യ പേപ്പർ കണ്ട് ഓരോ ചോദ്യം, അതിൻ്റെ ഉത്തരം, അതിൻ്റെ റിലേറ്റഡ് ഏരിയ നമ്മൾ ബുക്കിൽ തപ്പി അത് വായിച്ച് ഇതാക്കാൻ ശ്രമിക്കണം. മറ്റേത് നമ്മളൊരു PYQ സോൾവിങ്ങോ ഒരു സെഷനോ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെന്നല്ല, നിങ്ങൾ ആരുടെയും കേൾക്കുകയാണെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇനി വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ മനസ്സിലാവും. ഒപ്പം നിങ്ങൾ അതിനോട് റിലേറ്റ് ചെയ്ത ഏരിയാസ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ആ ഏരിയ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഫോൾഡർ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് എന്നല്ല, ഇനി VFAക്ക് ആണെങ്കിലും, VFAക്ക് ഉടനെ വിളിക്കുന്നതാണ് കമ്പനി ബോർഡ്, LGS, അത് ധാരാളം എന്താണ് ചാൻസുള്ള ഇതാണ്, ബെവ്കോ, LDC, അതൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു സംഭവം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോൾഡർ ആക്കി ഇപ്പോഴേ വെച്ച് കഴിഞ്ഞാൽ PYQs-ൻ്റെത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൈ കിട്ടുന്നത് അങ്ങനെ ചെയ്തു വയ്ക്കാം. എന്നിട്ട് 25-ൻ്റെ മാക്സിമം ഇപ്പോൾ നടന്നതും 24-ൻ്റെ മാക്സിമം ചെയ്ത് മാറ്റാൻ ശ്രമിക്കാം. എസ്പെഷ്യലി 24-ൻ്റെ LDC. ഓക്കെ, പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മെയിൻസ് എക്സാമുകൾ, ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് നടന്നതിൽ പറഞ്ഞ LD ക്ലർക്ക്, ഇതൊക്കെ ഇങ്ങനെ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പഠിച്ചതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ചോദ്യ പേപ്പർ എടുത്ത് ആൻസർ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഇപ്പോൾ OMR ചെയ്ത് സമയം കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് നിങ്ങൾക്കൊരു 1.5 മണിക്കൂർ ഓക്കെ ആണ് എക്സാമിന് ഇതാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരാവേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ പ്രശ്നമുള്ളവർ ഒരു OMR തന്നെ ചെയ്ത് ശീലിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം നമുക്ക് ആ ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, എത്ര കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് OMR എടുക്കുന്ന ആ ഒരു ടൈമുണ്ട്. ഓക്കെ, അതിപ്പോഴും സ്റ്റിൽ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ OMR ആൻസർ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരുന്നിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഓക്കെയാണ്, എന്തിലൊക്കെ നിങ്ങൾ വീക്കാണ്, എന്തിലൊക്കെ സ്ട്രോങ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു
ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഇത് തന്നെ എപ്പോഴും കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന എക്സാമിൽ നിന്നും എനിക്ക് മനസ്സിലായി. എന്താണ്, അവർ പല കാര്യങ്ങളും പല ഏരിയാസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വേറെ തരത്തിലുള്ള ചോദ്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ഏരിയാസും സിലബസും ഒത്തി കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ എന്താണ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് PYQ സോൾവിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു 4 ആഴ്ച എന്ന് പറയുന്നത് നമുക്ക് എന്താണ് രണ്ട് മാസമോ 3 മാസമോ കൊണ്ട് പഠിച്ചെടുക്കേണ്ട സാധനം നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ വായിച്ചെടുക്കാൻ നോക്കി ചിലപ്പോൾ നടക്കണമെന്നില്ല. പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ തീർക്കാൻ സിലബസിൻ്റെ മെജോറിറ്റി പോർഷൻസ് കവർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പറയുന്ന ചോദ്യപേപ്പർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യം കാണുമ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ മാർക്ക് ചെയ്ത് പോവാം. പഠിച്ചു പോകുന്നത് ചോദ്യ പേപ്പറിൽ കണ്ടുപോകുന്ന പോർഷൻസ് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് പഠിക്കുക. അല്ലെങ്കിൽ റാങ്ക് ഫയൽ ആണെങ്കിൽ അതിൽ മാർക്ക് ചെയ്ത് പോവുക, എന്നിട്ട് പഠിക്കുക. എക്സ്ട്രാ ഉള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം നോക്കിയത് എന്നുള്ളത്. ദെൻ പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്, നിങ്ങൾ നോക്കിയ ചോദ്യപേപ്പറുകൾ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കോഡ് ഉണ്ടല്ലോ, ആ കോഡ് ഇട്ട് ഇത് വർഷത്തെയാണെന്നുള്ളത് നോക്കിപ്പോയി. അപ്പോൾ എത്ര ചോദ്യപേപ്പർ നോക്കി, അതുപോലെ എത്ര കാര്യങ്ങൾ നമ്മൾ ഈ കവർ ചെയ്തു, സിലബസിൻ്റെ എന്തൊക്കെ പോർഷൻസിൽ ബാക്കി പെൻഡിങ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ കണ്ടുപോകുന്ന ചോദ്യപേപ്പർ ഒന്ന് ഫോൾഡർ ആക്കി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനത് ഇപ്പോഴേ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് കുറേ കാണും. ഇപ്പോൾ കൈ കിട്ടുന്ന ഇപ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഒരു ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, അതുപോലെ 4ാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ എത്ര മണിക്കൂർ എന്നുള്ളത് നിങ്ങളുടെ ഇതാണ്, പക്ഷെ മാക്സിമം നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 2 hours നമ്മളുടെ ഒരു ഡേയിൽ കറണ്ട് അഫയേഴ്സിന് മസ്റ്റായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇനിയും കുറച്ചധികം ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ നോക്കിയ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇത് ഈ LD ക്ലർക്കിൻ്റെ ഈ ഒരു എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു സെഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് പക്ഷേ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സും ഇതിൽ വന്നു ഈ ഒരു പേപ്പറിൽ. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ അത്യാവശ്യം പ്രാധാന്യം കൊടുക്കണം. ഒരു 2 hours കറണ്ട് അഫയേഴ്സിന് മാറ്റി വയ്ക്കുക. അതിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഈ January to ഇപ്പോൾ ഈ ജൂൺ വരെയുള്ളതാണ് നമ്മുടെ കയ്യിൽ. പിന്നെ ജൂലൈ കഴിയുമ്പോൾ ജൂലൈയുടെയും കൂടെ ഒന്ന് നോക്കുക, ജൂലൈയുടെ പകുതി വരെ ഉള്ളത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ളത് കറണ്ട് അഫയറിൻ്റെ ഭാഗമാണ്. ഓക്കെ, കാരണം ബാക്കിയുള്ള നമ്മൾ പഠിക്കുന്ന ഏരിയാസൊക്കെ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലവർക്ക് മറന്നു പോകാം. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോങ് പോയിന്റ് ആക്കി മാറ്റിയെടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം വീക്കായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് നല്ലവണ്ണം എന്ത് ചെയ്യണം, നിങ്ങളൊരു 2 hours അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. പിന്നെ ഒരു 2 hours നമ്മൾ ഇംഗ്ലീഷിനും മലയാളത്തിനുമായിട്ട് മാറ്റി വയ്ക്കണം. അതായത് രണ്ടിൻ്റെയും ഗ്രാമർ പോർഷൻ പ്ലസ് വൊക്കാബുലറി എന്നുള്ള രീതിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. മാത്സ് ഓക്കെ ആയിട്ടുള്ളവർക്ക് കുഴപ്പമില്ല, അതിൻ്റെ ഇക്വേഷൻസും അതുപോലെ ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം മാത്സ് ബുദ്ധിമുട്ടുള്ളവർ 1 മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള നമ്മളുടെ ഒരു ഡേയിലെ അവേഴ്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്ട്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ഈ മലയാളം ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ഈ ഒരു 4 weeks കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഇപ്പോൾ ഈ ഓരോ ഡേയിൽ ഞാൻ പറഞ്ഞല്ലോ 2 hours ഫോർ കറണ്ട് അഫയേഴ്സ്, 2 hours ഫോർ ഇംഗ്ലീഷ് മലയാളം. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡേയിൽ SCERT പാഠഭാഗങ്ങൾ നോക്കിയിരിക്കണം. അത് 5 to 10 വരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി സോഷ്യൽ സയൻസും പിന്നെ ബേസിക് സയൻസുമാണ്. ഓക്കെ, സയൻസും സോഷ്യൽ സയൻസുമാണ്. അത് ഓരോ ഇതിനനുസരിച്ച് പാർട്സ് ഉണ്ട്, അതായത് ഓരോ ഭാഗങ്ങളായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, SCERT ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ SCERT എന്തെങ്കിലും ഇപ്പോൾ ഓൾറെഡി കവർ ചെയ്തവരൊന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ പോവുക. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും ഈ SCERT ഓരോ ക്ലാസ്സിൻ്റെ അത്യാവശ്യം ഒരു സബ്ജക്റ്റിൻ്റെ നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളൊരു SCERT പാഠഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ഒന്നും നമുക്ക് വേണ്ടതുണ്ടാവില്ല. വേണ്ട പോർഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്ന അണ്ടർലൈൻ ചെയ്ത് പോവാം, അന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുന്നതായിരിക്കും SCERTനെ സംബന്ധിച്ച് ഏറ്റവും എന്താണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ SCERTന്ന് കുറേയധികം ചോദ്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ്. അതിൻ്റെ പുതിയ ടെക്സ്റ്റുകളുടെ ആണ് നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം അതിൽ നിന്നാണ് നല്ലവണ്ണം ചോദിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ എക്സാമിൻ്റെ ആ ഒരു പേപ്പർ 25ലെ പേപ്പറാണ് നമുക്കിനി എന്താണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ അതിൽ കേരള ഗവേണൻസിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് ഇനി നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണെന്ന് ഞാനതിൽ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ കേരള ഗവേണൻസിൻ്റെ ഏരിയ സെറ്റാകും.
ഇപ്പോൾ ലേറ്റസ്റ്റ് ആണെന്ന കുറേ എക്സാംസിന് ചോദിക്കാതെ പോയ പോർഷൻസാണ് അവർ ഈ ഒരു കഴിഞ്ഞ LD ക്ലർക്കിൻ്റെ എക്സാമിന് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യം സെറ്റ് ആക്കിയാൽ ഈ 4 ആഴ്ച നമുക്ക് നല്ല രീതിയിൽ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കാം. എക്സാമിന് നമുക്ക് കൂളായിട്ട് പോയി എക്സാം എഴുതാം. പിന്നെ ബാക്കി വരുന്നത് എന്നെടുത്ത് പോലെ. ഓക്കെ, ഞാൻ പറഞ്ഞാൽ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സക്സസ് ഇസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഇസ് നോട്ട് ഫേറ്റൽ, ബട്ട് ഇറ്റ്സ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. വിജയം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അത് ഒരിക്കലും ഫൈനലല്ല. അതുപോലെ പരാജയം എന്ന് പറയുന്നത് ഫേറ്റലുമല്ല. ബട്ട് നമ്മൾ ഇപ്പോൾ കുറേയധികം എക്സാംസ് എഴുതിയിട്ട് സ്റ്റിൽ ആ ഒരു പരാജയം നേരിട്ടിട്ടുള്ളവരാണ് എങ്കിൽ നമ്മൾ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും പഠിക്കാൻ ഇറങ്ങുന്നത്, അല്ലേ? അടുത്തൊരെണ്ണം ഞാൻ ക്രാക്ക് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി, അല്ലേ? ആ ഒരു കറേജ് നമ്മൾ എടുക്കുന്നില്ലേ? ഓക്കെ, ആ ഒരു ധൈര്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ ഇനി പിന്നോട്ടേക്കല്ല മുന്നോട്ടേക്കാണ്. നമ്മളിനി തോൽക്കാനല്ല, ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു കളി കളിക്കുന്നത്, അല്ലേ? ഒരു കളി തന്നെ വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. ബാക്കിയെല്ലാം വരുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും 1% എങ്കിലും ഒരു ലക്ക് ഫാക്ടർ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതിൽ ദൈവാനുഗ്രഹവും നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. എല്ലാ കാര്യത്തിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് തന്നെ സ്വയം തോന്നും, ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ, കൊടുത്തേക്കാം എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ലേറ്റസ്റ്റിൻ്റെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ പേപ്പർ ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കഷനുമായിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിൻ്റെതായ രീതിയിൽ പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 4th വീക്കിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് ഹോട്ട് ടോപ്പിക്സ്. അപ്പോൾ അത് കുറേയധികം പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഇപ്പോൾ ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുന്നു മേജർ പോർഷൻസൊക്കെ. അപ്പോൾ ഇനി നമുക്കൊരു നല്ല റിവിഷനാണ് ആവശ്യമുള്ളത്, അല്ലേ? അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമുക്കും അത് സാധിക്കട്ടെ. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യണം. ഓക്കെ, ഇതിനൊരു എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.